إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച അവനോടുള്ള മഹത്തായ ഇബാദത്തുകളിൽപ്പെട്ടതാണ് സിലത്തുർ റഹിം അഥവാ കുടുംബബന്ധം ചേർക്കുക എന്നത്. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അടുത്ത ബന്ധുക്കളെ, ഖുറൈശികളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. യാ ബനി അബ്ദി മനാഫ്, യാ ബനി അബ്ദുൽ മുത്തലിബ്, യാ ബനി കഅബ് ഇബ്നു ലുഐ, യാ ബനി മുറത്ത് ഇബ്നു കഅബ്, യാ ബനി ഹാഷിം അൻഖിദൂ അൻഫുസകും മിനൻ നാർ. ഖുറൈശികളെ എല്ലാ ഗോത്രങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂട്ടി, വിളിച്ചുകൂട്ടി. എന്നിട്ട് അവർക്ക് താക്കീത് നൽകി, നിങ്ങൾ സ്വന്തം നഫ്സിനെ അല്ലാഹ് നരകത്തിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളുക, സൂക്ഷിച്ചു കൊള്ളുക. യാ ഫാത്തിമത്തു ബിൻത് മുഹമ്മദ് അൻഖിദി നഫ്സകി മിനൻ നാർ, ഹേ ഫാത്തിമ, നിന്റെ നഫ്സിനെ നീ തന്നെ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിച്ചു കൊള്ളുക. ഫഇന്നി ലാ അംലികു ലക്കും മിനല്ലാഹി ശൈആ ഗൈറ അന്ന ലക്കും റഹിമൻ സഅബുല്ലുഹാ ബിബലാലിഹാ. അല്ലാഹുവിങ്കൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല, എന്നാൽ നിങ്ങളുമായി കൊണ്ട് എനിക്ക് കുടുംബബന്ധമുണ്ട്, അത് ഞാൻ നിലനിർത്തുമെന്ന് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തെ എല്ലാവരും വിളിച്ചു കൂട്ടിക്കൊണ്ട് അവർക്ക് താക്കീത് നൽകുകയാണ് നരകത്തെ തൊട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള മഹത്തായ ഇബാദത്തുകളിൽപ്പെട്ടതാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. ഒരുവന്റെ ഈമാനുമായി ബന്ധപ്പെട്ടതാണത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹ്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരുവൻ കുടുംബബന്ധം ചേർക്കട്ടെ. അല്ലാഹു തആലയുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഖിയാമത്ത് നാളിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരുവൻ അവൻ്റെ കുടുംബബന്ധം ചേർക്കുക എന്നത്. അതുപോലെ തന്നെ അവൻ കുടുംബബന്ധം മുറിക്കുക എന്നത് അവൻ്റെ ഈമാൻ ദുർബലമാണെന്നതിൻ്റെ അടയാളമാണ്. അവൻ്റെ ഈമാൻ ദഈഫാണ്, ദുർബലമാണ് എന്നതിൻ്റെ അടയാളമാണ് അവൻ കുടുംബബന്ധം മുറിക്കുക എന്നത്. കുടുംബബന്ധം ചേർക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിയെ കൊണ്ടുവരുന്നതാണ്, അല്ലാഹുവിൻ്റെ മഹബ്ബത്തിനെ കൊണ്ടുവരുന്നതാണ്. അവൻ്റെ റിസ്കിൽ അല്ലാഹു തആല അത് കാരണത്താൽ അവൻ്റെ റിസ്ക് വിശാലമാക്കപ്പെടും, അവൻ്റെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകും. ഖാല നബിയുനാ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹ്. ആരാണോ തൻ്റെ റിസ്ക് വിശാലമാകണമെന്ന് ആഗ്രഹിക്കുന്നത്, തൻ്റെ ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂക്ഷിക്കണമെന്ന്, തന്നോട് തഖ്വ പാലിക്കണമെന്ന് മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചതിൻ്റെ കൂടെയാണ്, അതിനോട് ചേർത്തുകൊണ്ടാണ് കുടുംബബന്ധം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ഏതൊരു അല്ലാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുക, കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. സഹോദരങ്ങളെ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ജീവിതത്തിൽ അവൻ്റെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും നേരിടേണ്ടി വന്നേക്കും. അത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിലുള്ള കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കും, കുടുംബബന്ധം മുറിഞ്ഞു പോകും. എന്നാൽ ആ കുടുംബ ബന്ധത്തെ കൂട്ടിച്ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ വാസിലു ബിൽ മുകാഫി. കുടുംബബന്ധം ചേർക്കുന്നവൻ എന്നാൽ പകരത്തിന് പകരമായി ചെയ്യുന്നവൻ എന്നല്ല അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്നോട് ബന്ധം ചേർത്താൽ ഞാൻ അവനോടും ബന്ധം ചേർക്കും, എന്നോട് ബന്ധം മുറിച്ചാൽ ഞാൻ അവനോടും ബന്ധം മുറിക്കും, എന്നെ അവൻ സന്ദർശിച്ചതുകൊണ്ട് ഞാൻ അവനെയും സന്ദർശിക്കും, എന്നെ അവൻ വിളിച്ചതുകൊണ്ട് ഞാൻ അവനെയും വിളിക്കും എന്നിങ്ങനെ പകരത്തിന് പകരമായി കൊണ്ട് ചെയ്യുന്നവനല്ല യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാകിനിൽ വാസിൽ അല്ലദീ ഇദാ ഖുതിയത് റഹിമുഹു വസലഹ. എന്നാൽ യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാണോ, ഏതൊരു ബന്ധമാണോ മുറിയപ്പെട്ടത്, കുടുംബബന്ധം മുറിയപ്പെട്ടാൽ അതിനെ ചേർക്കുന്നവനാണ്. കുടുംബബന്ധം മുറിയപ്പെട്ടാൽ ഏറ്റവും ആദ്യം ആ ബന്ധത്തെ ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ. അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, അടുത്ത ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ ക്ഷമിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ മഹത്തായ പ്രതിഫലമുള്ള കാര്യമാണ്. മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണ്, ബദരിയാണ്, ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത സഹാബിയാണ്. മുഹാജിറാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന സഹാബിയാണ്. ദരിദ്രനായിരുന്നു മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ്. ഉമ്മയുടെ സഹോദരിയുടെ പുത്രനാണ് മിസ്തഹ് ബിൻ ഉസാസ. അദ്ദേഹത്തിന് ദാരിദ്ര്യം കാരണത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു, ചെലവിന് കൊടുക്കുമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കെ മുനാഫിഖീങ്ങൾ ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചപ്പോൾ, വ്യാജ വ്യഭിചാര ആരോപണം പ്രചരിപ്പിച്ചപ്പോൾ ആ സംസാരിച്ചവരുടെ കൂട്ടത്തിൽ മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയും പെട്ടുപോയി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞപ്പോൾ തന്റെ മകളെക്കുറിച്ച് അപവാദം പറഞ്ഞവരുടെ കൂട്ടത്തിൽ അദ്ദേഹമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇനി യാതൊരു സഹായവും ഞാൻ നൽകുകയില്ല, സാമ്പത്തികമായി അദ്ദേഹത്തെ സഹായിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്, വലാ യഅ്തലി ഉലിൽ ഫദ്ലി മിൻകും വസ്സഅഹ അൻ യുഅ്തു ലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയും കഴിവുമുള്ള ആളുകൾ, സാമ്പത്തികമായി കഴിവുള്ളവർ, പാവപ്പെട്ട ആളുകൾക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തു വന്ന മുഹാജിരീങ്ങൾക്ക് യാതൊന്നും നൽകുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യരുത്. നേരെ മറിച്ച് നിങ്ങൾ അവർക്ക് മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുക. അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിറക്കി. ഇതറിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബലാ വല്ലാഹി ഇന്നി ലഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലി. അല്ലാഹുവാണ് സത്യം, തീർച്ചയായും അല്ലാഹു തആല എനിക്ക് പുറത്തു നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്റെ തീരുമാനം മാറ്റുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് വീണ്ടും സാമ്പത്തികമായി കൊണ്ട് സഹായിക്കുകയാണ്. അദ്ദേഹത്തിനോട് മാപ്പ് നൽകി, വിട്ടുവീഴ്ച നൽകി, ക്ഷമിച്ചു. തൻ്റെ അടുത്ത ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ, പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും അവർക്ക് വിട്ടുവീഴ്ച നൽകുകയും ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മഹത്തായ പ്രതിഫലം നൽകുന്ന കാര്യമാണ്. അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും,
അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പ് നൽകുകയും ചെയ്താൽ അല്ലാഹു തആല പകരമായി കൊണ്ട് നിങ്ങൾക്ക് പാപമോചനം നൽകും, മഗ്ഫിറത്ത് നൽകും. അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു നൽകും. സഹോദരങ്ങളെ, സഹോദരങ്ങൾക്കിടയിലുള്ള പരസ്പരമുള്ള ആ കുടുംബ ബന്ധത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ വിവരിച്ചു തന്നിട്ടുള്ളത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനും അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുള്ള സംഭവം. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ കിണറ്റിലെറിഞ്ഞു, കൊല്ലാൻ ശ്രമിച്ചു. തുച്ഛമായ വെള്ളിക്കാശിനു വേണ്ടി അദ്ദേഹത്തെ വിറ്റുകളഞ്ഞു. അങ്ങനെ പല നിരക്കുള്ള ഉപദ്രവങ്ങളും അക്രമങ്ങളും അദ്ദേഹത്തിന് മേലുണ്ടാക്കി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹോദരങ്ങളെ കണ്ടുമുട്ടുകയാണ്. ഒരുപാട് വർഷത്തെ വേർപാടിന് ശേഷം, വേർപിരിഞ്ഞതിന് ശേഷം തൻ്റെ സഹോദരങ്ങളെ കണ്ടുമുട്ടുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികാരം ചെയ്യാൻ കൽപ്പുണ്ടായിട്ടും അതിന് അധികാരമുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും അദ്ദേഹം തൻ്റെ സഹോദരങ്ങൾക്ക് മാപ്പ് നൽകുകയാണ്, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ്. ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. അദ്ദേഹം പറയുകയാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഈ ദിവസം നിങ്ങളുടെ മേൽ ആക്ഷേപമില്ല, നിങ്ങളുടെ മേൽ കുറ്റമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു നൽകട്ടെ എന്നാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹോദരങ്ങളോട് പറയുന്നത്. വിട്ടുവീഴ്ചയും മാപ്പ് നൽകുകയും ചെയ്യുക എന്നത് മഹത്തായ കാര്യമാണ്. പ്രത്യേകിച്ചും തൻ്റെ അടുത്ത കുടുംബ ബന്ധമുള്ള ആളുകളോട്. അത് അവർക്കിടയിലുള്ള പരസ്പരമുള്ള ഇണക്കത്തെ കൊണ്ടുവരും, അവർക്കിടയിലുള്ള ശത്രുതയെ ഇല്ലാതാക്കും, ഹൃദയങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹത്തെയും ഐക്യത്തെയും കൊണ്ടുവരുന്നതാണ്. വഫഖന അല്ലാഹുൽ ജമീഅ ലിമാ യുഹിബ്ബു വയർദ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബതു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അയ്യുഹൽ മുസ്ലിമൂന ഇബാദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹത്തായ ഉന്നതമായ ഇബാദത്തുകളിൽപ്പെട്ടതാണ് കുടുംബബന്ധത്തെ ചേർക്കുക എന്നത്. സ്വദഖ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സൽക്കർമ്മമാണ്, ദാനധർമ്മം ചെയ്യുക എന്നത്. എന്നാൽ ദാനധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ദലായ, ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ എന്നത് കുടുംബ ബന്ധമുള്ളവർക്ക് നൽകുന്ന സ്വദഖയാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന സ്വദഖ അലൽ മസാകീനി സ്വദഖ, പാവങ്ങൾക്ക് സ്വദഖ നൽകുക എന്നാൽ അത് സ്വദഖയാണ്, അതിന് സ്വദഖയുടെ പ്രതിഫലമാണ്. അതിന് വഅലാ ദിർറഹിം ഇസ്നതാൻ, എന്നാൽ കുടുംബ ബന്ധമുള്ളവർക്ക് നൽകുന്ന സ്വദഖ അതിന് രണ്ട് പ്രതിഫലമുണ്ട്. സ്വദഖത്തുൻ വസില, അത് സ്വദഖയാണ്, അതോടുകൂടി കുടുംബബന്ധം ചേർക്കലുമാണ്. കുടുംബബന്ധമുള്ളവർക്ക് നൽകുന്ന സ്വദഖയാണ് ഏറ്റവും അഫ്ദലായ, ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ. കുടുംബബന്ധം ചേർക്കുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുള്ള സൽക്കർമ്മമാണ്. അതുപോലെ തന്നെ കുടുംബബന്ധം മുറിക്കുക എന്നത് വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. തൻ്റെ സഹോദരങ്ങളുമായി, തൻ്റെ ബന്ധുക്കളുമായി കൊണ്ട് ബന്ധം മുറിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വൻ പാപത്തിൽപ്പെട്ടതാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല കുടുംബബന്ധം മുറിച്ചവൻ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അമാല ബനി ആദം തുഅറദു കുല്ല ഖമീസിൻ ലൈലത്തുൽ ജുമുഅ, ആദം സന്തതികളുടെ അമലുകൾ, അവരുടെ പ്രവർത്തികൾ, സൽക്കർമ്മങ്ങൾ എല്ലാ വെള്ളിയാഴ്ച രാവിലും ഉയർത്തപ്പെടും, പ്രദർശിക്കപ്പെടും. വലാ തുഖ്ബലു അമലു ഖാതിഉ റഹിം, കുടുംബബന്ധം മുറിച്ചവന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. കുടുംബബന്ധം മുറിച്ചവന്റെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതല്ല സഹോദരങ്ങളെ. ഇപ്പൊ കുടുംബബന്ധം മുറിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വൻ പാപമായി കണക്കാക്കിയിട്ടുള്ളതാണ്. അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല, അവന്റെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു യുസ്തജാബു ലിൽ അബ്ദി മാ ലം യദ്ഉ ബിഇസ്മിൻ ഔ ഖതിഅതി റഹിം, ഒരടിമയുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും.
എന്നാൽ കുടുംബബന്ധം മുറിച്ചവന്റെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതല്ല. കുടുംബബന്ധം മുറിച്ചവന്റെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകുന്നതല്ല. അതുപോലെ തന്നെ കുടുംബബന്ധം മുറിക്കുക എന്നത് ഒരുവന്റെ ഈമാൻ ദുർബലമാണെന്നതിൻ്റെ അടയാളമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹ്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നേരെ എതിരാണ് കുടുംബബന്ധം മുറിക്കുക എന്നത്. അതായത് അവന്റെ ഈമാൻ ദുർബലമാണ്, അവന്റെ ഈമാൻ പൂർണ്ണമല്ല എന്നർത്ഥം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ ആരാണോ അവന്റെ റിസ്ക് വിശാലമാകണമെന്ന്, അവന്റെ ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവൻ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ. അപ്പോൾ കുടുംബബന്ധം മുറിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ റിസ്ക് ഇടുങ്ങിയതായി പോകും, അവന്റെ ഉപജീവനം ഇടുങ്ങിയതായി പോകും. അവന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുകയില്ല, അവന്റെ ജോലിയിൽ ബറക്കത്തുണ്ടാകുന്നതല്ല, അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്നതല്ല, അവന്റെ കുടുംബ ബന്ധങ്ങളിൽ ബറക്കത്തുണ്ടാകുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയിട്ടുള്ള കാര്യമാണ്. ഫനസല്ലല്ലാഹു അലൈഹി അലീം ബിമൻഹി വകറമിഹി വഫദ്ലിഹി വഇഹ്സാനിഹി അൻ യുവഫിഖനാ വഇയ്യാകും ലികുല്ലി ഖൈർ വഅൻ യുജന്നിബനാ വഇയ്യാകും കുല്ല ശർരി വദൈർ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين من اليهود والنصارى والكفار أجمعين يا رب العالمين. والحمد لله رب العالمين.